ഫയലുകളെല്ലാം ഇംഗ്ലീഷില്, പിന്നെ ഞാൻ എന്തിനു ചെയ്യും? സാറിനെ കാണാൻ ഒരു ലേഡി വന്നിട്ടുണ്ട്, കടത്തിവിടട്ടെ? എന്ത് പ്രായം വരൂടെ? ഒരു 30-32. ഇതിപ്പോ 35 എന്ത് വന്ന കാര്യം എന്തേ? അറിയില്ല സാർ. വെക്കം വരാൻ പറയണേ. May I come in, sir? Yes, may I come in, please? പറയേ, എന്തിനാണ് പ്രശ്നങ്ങൾ? എന്റെ ഒരു പ്രൊമോഷന്റെ കാര്യമാണ് സാർ. മിനിസ്റ്ററായിരുന്ന രവീന്ദ്രൻ എന്റെ ചിറ്റപ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പുള്ളിക്കാരൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ ഷിബു സാറിന് അറിയാമല്ലോ. കാര്യങ്ങളുടെ കിടപ്പുകളൊക്കെ ഒരുമാതിരിയൊക്കെ എനിക്കറിയാം. ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത്? എന്റെ പ്രൊമോഷൻ ഒന്ന് ശരിയാക്കി തരണം സാർ. 1 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. ഒത്തിരി പണം ഇതിനകം ചെലവാകുകയും ചെയ്തു. അയ്യേ, പണം വാങ്ങി കാര്യം സാധിച്ചു തരുന്ന ടൈപ്പല്ല ഞാനെന്ന് അറിഞ്ഞൂടെ? എന്തായാലും ആപ്ലിക്കേഷൻ തരി, ഞാൻ വേണ്ടത് ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന എല്ലാം ഞാൻ ചെയ്തു തരാം. അമ്മയാണ്. താങ്ക് യു സർ. ഞാൻ വിളിക്കും. ഓക്കെ ഓക്കെ സർ. ബാലുസാറിന്റെ അമ്മാവനും സിസ്റ്ററോ? ശരി. ഏയ്, പേടിക്കാനൊന്നുമില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ പാടില്ലാത്തതാണ്. കേസ് അന്വേഷണത്തിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. പറയൂ, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആരാണ്? ഇവളാണ് ശോഭ, ബാലന്റെ മൂത്ത സഹോദരിയാ. ഈ ഇൻസിഡന്റ് നടക്കുമ്പോ സമയം എത്ര ആയിട്ടുണ്ടാവും? സാർ, ബാലേന്ദ്ര സാർ വന്നു. അച്ഛനോട് പൂർവ്വവൈരാഗ്യമുള്ള ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും സാറിന്? ഇല്ല, അച്ഛനോട് ആർക്കും വൈരാഗ്യം ഉണ്ടാവാൻ വഴിയില്ല. ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞേ. വധശ്രമം തന്നെയായിരുന്നു. 3 കുത്തുണ്ട്. ഒരു സർജറി വേണ്ടി വന്നു. വേണ്ട, ചത്തിട്ടില്ല. ചത്താലും നീ ഈ പ്രദേശത്തേക്ക് അടുക്കരുത്. തോമസ്, സംഭവം നടന്നിട്ട് 10 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇതിന്റെ പേരിൽ താൻ ഇതുവരെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? തെളിവും സാക്ഷിയൊന്നും വേണ്ട, എനിക്കറിയാം. എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവൻ തന്നെ എന്റെ അച്ഛനെ. അറസ്റ്റ് ചെയ്യടോ. അറസ്റ്റ് ചെയ്യാൻ. തൂക്കിയെടുത്ത് കേട്ടോ അവനെ. അവളെയും എനിക്ക് എന്റെ അച്ഛനൊന്ന് കണ്ടാൽ മതി. ഞങ്ങളല്ല അച്ഛനെ കുത്തിയത്.
എന്തേലും വേണേ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇവിടെ നിന്നെ സഹായിക്കാൻ പണിക്കാരുമില്ലേ? ജാനോമ്മയുണ്ട്. പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കാലത്ത് പോവും. പിന്നെ അടുക്കളപ്പണി പുറത്താരെയും കൊണ്ട് ചെയ്യിക്കണത് അച്ഛന് ഇഷ്ടമില്ല. എനിക്കും. എന്നെ നിനക്ക് പേടിയാണോ? അയ്യോ അല്ല, എന്റെ മേല് നിറയെ കരിയും ചെളിയാ. കുപ്പായം ചീത്തയാവും. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? നിനക്കെന്നോട് വെറുപ്പാണോ? ഈശ്വര, എന്തുമാതിരി വർത്താനായി പറയണേ. വെറുക്കേ? എനിക്ക് ദൈവത്തെ പോലെ അങ്ങനെ പാടുള്ളൂ എന്ന് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. എങ്ങനെ കഴിയുന്നു നിനക്കിതിന്? വേലി കഴിച്ചു കൊണ്ടുവന്നല്ലാതെ സ്നേഹത്തോടെ ഞാനൊന്ന് സംസാരിച്ചിട്ട് കൂടിയില്ലല്ലോ. ഇതിനൊന്നും നിനക്ക് പരാതിയില്ലേ? പരിഭവമല്ലേ? എനിക്കറിയാം, ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ. പിന്നെന്തിനാ പിണങ്ങണത്? ഇത്തവണ പോകുമ്പോ ഞാൻ നിന്നെ കൂടി കൊണ്ടുപോകുന്നു. ഇതുവരെ നിനക്ക് തരാതിരുന്ന സ്നേഹവും അധികാരവും എല്ലാം പലിശയും ചേർത്ത് തന്നു തീർക്കാൻ. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ഇവിടെ തന്നെയാ ഇഷ്ടം. ഇവിടെ അച്ഛനുണ്ട്, ശോഭയടത്തിയുണ്ട്, രേഖയുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വരുമ്പോ ഇങ്ങനെ കാണാലോ. എനിക്കത് മതി. ഉത്തമം, വാ ഇരിക്കെ. ഉത്തമനും ബാക്കി എല്ലാരും എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സത്യത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കാര്യം പറ്റുന്ന സംസാരിക്കാനല്ല ഞാൻ വന്നത്. അച്ഛൻ്റെ ആത്മഹത്യയോടെ അതൊക്കെ കഴിഞ്ഞു. ഇനി ആ ഫാക്ടറിയുടെയും ഫയലിൻ്റെയും കാര്യം പറഞ്ഞ ആരും വരില്ല. നിങ്ങളുടെ അച്ഛനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആദിവാസി ഫെഡറേഷൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അവർ നിരപരാധികളാ. നിങ്ങളുടെ അച്ഛനെ കുത്തിയത് ഞാനാ. കൊല്ലാൻ വേണ്ടി തന്നെ കുത്തിയതാ. അച്ഛൻ മരിക്കുമ്പോൾ ഒരു മകനും കുടുംബത്തിനുണ്ടാവുന്ന വേദന നിന്നെ അറിയിക്കാൻ വേണ്ടി. ഇത് കണ്ടോ വിഷ. നിന്റെ അച്ഛൻ ചത്തിരുന്നെങ്കിൽ ഞാനിത് കുടിച്ചേനെ. നിനക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം. ഊണ് കാലാവണു. കഴിച്ചിട്ട് ഉത്തമേട്ടൻ പോകാവൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ വരാന്തയിൽ എൻ്റെ അച്ഛൻ ഉറങ്ങിയിരുന്നത്. പട്ടിണി കിടന്നു നിന്നെ ഒന്ന് കാണാൻ, ഒരു വാക്ക് സംസാരിക്കാൻ. ഒടുവിൽ നീ പോലീസുകാരെ വിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടിയിറക്കി. ഉത്തമ, നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. ആ ഫാക്ടറി ഞാനെന്നല്ല ആര് വിചാരിച്ചാലും തുടങ്ങാൻ പറ്റില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? കിടപ്പാടം വിറ്റുണ്ടാക്കിയ പണം. അത് നീ നിന്റെ വെപ്പാട്ടിക്കും സിൽബന്തികൾക്കും വീതം വെച്ച് കൊടുത്തു. എന്നിട്ടൊടുവിൽ എൻ്റെ അച്ഛനെ പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലിച്ചതച്ചു. അവളെ നീ ചതിക്കില്ലായിരുന്നോടാ, സുരഭിയെ. ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒരു അല്പ ആത്മാർത്ഥം നീ കാണിച്ചിട്ടുണ്ടോ? ഞാൻ പോവുക. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കാനുള്ള വിധി നിന്റെ അച്ഛനുണ്ടാവും. അതാ ചാവാതെ രക്ഷപ്പെട്ടത്. ഇനി ഞാൻ കൊല്ലില്ല. ഞാനീ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ തൃപ്പമാമനെ ആ
ഓർമ്മയിൽ പോലും അച്ഛൻ്റെ അമ്മയുടെ രൂപം മനസ്സിലില്ലാത്ത എനിക്ക് എല്ലാമായിരുന്നു തൃപ്പമാമൻ. എന്നിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാള് തന്നെ എൻ്റെ മാമന്. നിന്റെ മാമനോട് വിഷം തിന്നാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഭ്രാന്തായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം സെർവി? എനിക്ക് തന്നു എന്ന് പറഞ്ഞ പൈസ ഞാൻ അയാൾക്ക് പലവട്ടം തിരിച്ചു കൊടുത്തു. അയാളത് വാങ്ങിയില്ല. നീ എങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്ന് കയറി രാത്രി തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായി. എന്റെ സ്ഥാനവും മനസ്സിലായി. ഞാൻ ഇന്ന് വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തൊപ്പം ജോലി ചെയ്യുന്ന ഒരു പെണ്ണായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ വിഷമം തോന്നി. പിന്നെ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ആ കുട്ടിയോട് തോന്നിയോണ്ടല്ലേ അത് എന്റെ കുറവല്ലേ എന്ന് കരുതി ആശ്വസിച്ചു. എനിക്കൊന്നും വേണ്ടായിരുന്നു. ഈ തൊടിക്കപ്പുറത്തൊരു ലോകമില്ലെന്ന് കരുതി ഞാൻ കഴിഞ്ഞോളായിരുന്നു. പക്ഷെ ഇനി എനിക്ക് വയ്യ. ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് വയ്യ.